ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല ചൂടാല്ലേ? എവിടെയും ചൂടാ. ഞാനിപ്പോ ഒരു ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷൂട്ട് കഴിഞ്ഞ് അടുത്തതാ. ആകെ വെറ്റായി, പോരാത്തന്നെ ഇതൊരു ക്ലോസ് ചെയ്തുകൊണ്ട് ഒരുമാതിരി ബിന്ദു പണിക്കർ ലുക്ക് ഇരിക്കുന്നുണ്ട് ചുണ്ട്. അപ്പോ ഇന്നിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു ത്രെഡ് ചെയ്യാൻ പോണം. അങ്ങനെ ഫൈനലി ഞാൻ ത്രെഡൊക്കെ ചെയ്ത് കുരു വരുന്നുണ്ട്. എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടൊക്കെ ആവുമ്പോഴാന്ന് തോന്നുന്നു ഇങ്ങനെ കുരു വരുന്നത്. പിന്നെ ഇന്നിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഫുള്ളും മേക്കപ്പ് ഒന്നുമില്ല, ചുമ്മാ കണ്ണെഴുതിയതാ. അതേ പറഞ്ഞ പോലെ ആകെ വേർത്തിട്ടൊക്കെ പോയി. സംഭവം ഈ ഐലൈനർ അടിപൊളിയാ, നല്ല മാറ്റ് ഫിനിഷും നല്ലത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് അങ്ങോട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കില്ല. കാരണം നമ്മളങ്ങോട്ട് വേർക്കുമ്പോഴേക്കൊക്കെ ഉണ്ടല്ലോ പൊട്ടി ഇങ്ങനെ പകുതിയൊക്കെ ആയിട്ട് പോവും. സോ അങ്ങനെയാണ്. ഞാനിത് വേറെ ഒരു ഐലൈനർ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് കളഞ്ഞു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യണ ഒരു ഐലൈനർ തന്നെ ഞാൻ യൂസ് ചെയ്തു. അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോ അങ്ങനെ നമുക്ക് ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഞാൻ എപ്പോഴും ഫേസ് ഇങ്ങനെ വല്ല ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ റിമൂവർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക ആദ്യം. കാരണം എനിക്കിങ്ങനെ എപ്പോഴും വൈപ്സ് ഒന്നും അങ്ങനെ ഞാൻ വേസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞ കണക്ക് ഇതൊക്കെ ആകുമ്പോ പഴയ വല്ല ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഇവളുടെ എന്തെങ്കിലും വല്ല പാൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഈ പറഞ്ഞ കണക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കണ്ണൊക്കെ നന്നായി വെൽ ക്ലീൻ ആക്കി എടുക്കുക. അതായത് മാക്സിമം നിങ്ങൾ മേക്കപ്പ് ഞാൻ ആദ്യമേ തൊട്ടിട്ട് അങ്ങനെയാണ്. എനിക്ക് ഒരിക്കലും ഒരു തുണ്ട് പോലും നമ്മുടെ കൺമഷി പോലും കണ്ണിൽ ഇരുന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം എനിക്ക് മേക്കപ്പ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ നമ്മളെ കണ്ണൊക്കെ എഴുതിയിട്ട് തന്നെ കിടക്കുമ്പോ എന്റെ കണ്ണിന് ഇങ്ങനെ വെള്ളം ഒഴുകും. അപ്പൊ ഞാൻ മാക്സിമം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കരിയൊക്കെ എല്ലാതും ഇപ്പൊ ഞാൻ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യും. അല്ലാതെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫേസിൽ എല്ലാതും റിമൂവ് ചെയ്ത് ലിപ് ബാം സ്കിൻ കെയർ ചെയ്യും. ഇപ്പൊ ഞാൻ സ്കിൻ കെയർ എന്റെ പ്രോപ്പർ ആക്കി. അപ്പോ എനിക്ക് അത്യാവശ്യം നല്ല ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് എനിക്ക് ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസിലുള്ള എന്റെ ഫേസ് കണ്ടറിയാം, ഇപ്പൊ നല്ല അത്യാവശ്യം ഓയിലായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ചെയ്താൽ ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിലത്തെ ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല ചേഞ്ച് ഉണ്ട്. ഈ ഡെർമാ ക്ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇങ്ങനെയൊക്കെയായി യൂസ് ചെയ്യുന്നത്. കാരണം ഉപയോഗിച്ച് തീരുമാനമായി കഴിയാറായി. നമുക്കാദ്യം ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, എൻ്റെ ക്വാണ്ടിറ്റി ഒരുവിധമായിട്ടുണ്ട്. എനിക്കത് വീണ്ടും ഓർഡർ ചെയ്യണം. കാരണം അടിപൊളിയാ പ്രൊഡക്റ്റ്, ഒരു ഓർഗാനിക് പ്രൊഡക്റ്റാ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നേ. പതയൊക്കെ ഉണ്ടായിരുന്നു സംഭവം, പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞു സംഭവം. നിങ്ങൾ നല്ലൊരു സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നല്ല ചേഞ്ച് ആവട്ടോ. എന്റെ ഫേസിൽ ഇങ്ങനെ ആയിരുന്നില്ല. അതായത് അങ്ങനെ പിമ്പിൾസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും പീരീഡ്സ് ടൈമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓയിലൊക്കെ കൂടുതലായിട്ടൊക്കെ കഴിക്കുമ്പോൾ മാത്രമാണ് ചെറിയൊരു വൈറ്റഡ്സും കുരുക്കളൊക്കെ അധികമായിട്ട് വരുന്നത്. ആ വൈറ്റഡ്സ് ഒക്കെ ഉണ്ടാവും. കാരണം ഓൾറെഡി നമ്മുടെ എല്ലാവരും അങ്ങനെയാണല്ലോ കണ്ണ് നീർന്ന്. അപ്പൊ നമ്മളുടെ കണ്ണ് എന്ത് ചെയ്താലും അതെ കണ്ണിന്റെ ഉള്ളിലേക്ക് പോകും. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കണ്ണിന്റെ ഉള്ളിൽ പോകും. ഓൾറെഡി എനിക്ക് അലർജിക്ക് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ചുമക്കും. തലയൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുമക്കും. അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ കാണുന്ന സാൻഫയുടെ ഒരു കേസർ ഇൻസ്റ്റന്റ് ഗ്ലോ
ഒരു ജെല്ലാണ് സംഭവം. മറ്റേ എന്താ പറയാ, കുങ്കുമല്ലേ, കുങ്കുമപ്പൂവ്, അതിന്റെ സംഭവം. അതിലൊരു തരി തരി പോലെയുണ്ട്. പോരാത്തന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഒരു ഗ്ലോ കിട്ടിട്ട്, ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് ഈ സംഭവം. ഞാനിപ്പോ ഇത് കാണുമ്പോ മനസ്സിലാവും ഒരുവിധമായി. കാരണം ഇപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫേസിൽ ഒരു ഗ്ലോയും അതുപോലെ തന്നെ ഒരു ചേഞ്ച് വേണം. അതായത് ഒരുപാട് വെളുത്തിട്ടുള്ള സംഭവമല്ല ഞാൻ പറയുന്നത്. വെളുത്തിട്ട് പറഞ്ഞോ യാതൊരു കാര്യമില്ല ഇതിൽ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പറഞ്ഞു ഇത് വെളുക്കും എന്നല്ല ഞാൻ പറയുന്നു. ഒരിക്കലും പറയുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരും വെളുത്തിട്ട് പാരത്തേ ഇല്ല. ഇതിടുമ്പോ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ, അത്രേ ഉള്ളൂ. അതായത് ആ ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടും. പിന്നെ കുറെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുറെ ടാനും അതുപോലെ വൈറ്റ് ഹെഡ്സ്, കുറെ ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ആയി തന്നെ നമ്മുടെ ഏതൊരു സ്കിൻ ടോൺ ആവട്ടെ നമ്മൾ കാണാൻ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. സോ ഇതിട്ടിട്ട് ഞാനൊരു മാക്സിമം ഒരു 50 സെക്കൻഡ്സ് ഒക്കെ, അതായത് 1 മിനിറ്റ് താഴെയൊക്കെ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ചേഞ്ചസ് എന്തായാലും ഫീൽ ചെയ്യും. പിന്നെ ഈ നോസിന്റെ ഈ ഭാഗമൊക്കെ നന്നായി നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് എനിക്ക് നല്ല ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പാർലറിൽ പോയിട്ട് തന്നെ കുറച്ച് നാളായി. ഇപ്പോൾ ഇന്നാണ് പാർലറിൽ പോയത്, ത്രെഡ് ചെയ്യാനാണ് പോയത്. ഞാൻ മാക്സിമം പോയി കഴിഞ്ഞാലും എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമുക്ക് എന്തൊരു ഇത് ചെയ്യുമ്പോഴും ഭയങ്കര വൃത്തികേടായിരിക്കും. മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഫൗണ്ടേഷനോ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഒരു പാച്ചി കേക്കി ലുക്ക് വരും. അതിപ്പോൾ ഏതൊരു ലിക്വിഡ് ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ ആയാലും ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ കണ്ട ചെറിയ 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 കുരുക്കളുണ്ട്. അപ്പം ഞാൻ അതിന് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. യെസ്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫേസ് ഡൺ ആയി കഴിഞ്ഞു. ഞാൻ ഇതിപ്പോ നമ്മൾ രാവിലെ എണീറ്റാലും രാത്രിയൊക്കെ എടുക്കുമ്പോൾ മാത്രമല്ല ഇത് ഞാൻ ചെയ്യാറ്. ഞാൻ എപ്പോൾ ഫ്രീ ആയിരിക്കുന്നു, എനിക്ക് എൻ്റെ ഫേസ് ആകെ ചൂടടിച്ചൊരു തീരുമാനമായിരിക്കുന്നു, ഞാൻ അപ്പം തന്നെ എൻ്റെ ഫേസ് മാക്സിമം ഞാൻ എപ്പോഴും ഫേസ് ഞാൻ കഴുകും. കാരണം അപ്പൊ തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടാവും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരിത് ലൈറ്റിന്റെ ചെറിയ വിഷയം ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്ത് കൊടുക്കും. അതിപ്പോ എൻ്റെ ഒരു പാർട്ടായി കഴിഞ്ഞു. കാരണം ഫേസ് ഡള്ളാവാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ സമയത്തായാലും ഞാൻ SPF യൂസ് ചെയ്ത് കൊടുക്കും. അങ്ങ് വേറെ എന്താ പറയാ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ അതങ്ങ് അടിച്ചു കൊടുക്കും. നമ്മളെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ദെൻ നമുക്ക് ഫേസിലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാനെന്നൊരു ഡോക്ടർ കീയുടെ SPF സ്പ്രേ ആണ്. നിങ്ങൾക്ക് ബോഡിയിലൊക്കെ കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പ്രേ ആണ് ഇത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതൊരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഒരു സ്പ്രേ ആണ്, ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഫ്രീ ആയിരിക്കുമ്പോൾ, അതുപോലെ പെട്ടെന്ന് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഫേസിൽ എന്താ പറയാ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ മേക്കപ്പ് ഇട്ടിട്ട് ഈ സംഭവം ഇടണോട് എനിക്ക് അധികം വലിയ അഭിപ്രായം ഇല്ല. അതിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ കയ്യിലുള്ള ഏതാണ് SPF, അതായത് ഈ പേസ്റ്റ് ടൈപ്പ്, അതുപോലെ കുറച്ച് ലിക്വിഡ് ഉള്ള അങ്ങനത്തെയാണ് നല്ലത്. ഇത് വാട്ടറി അല്ലേ, ഒരു മിസ്റ്റ് പോലെയാണ്. അപ്പോ അതിന് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അങ്ങ് വിട്ട് കളയുക, അവിടെ കിടന്നൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ ഇനി നമ്മുടെ അടുത്തത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡാർക്ക് സ്പോട്ട് സീറാണ്. ഈ കാണുന്നത് ഞാൻ ലോറിയൽ പാരീസിന്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഇതങ്ങ് ഇട്ട് കൊടുത്താൽ ഓക്കെ. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിപ് ബാം ഈ കാണുന്ന പ്ലിക്സിന്റെ ആണ്. നല്ല ഹൈഡ്രേഷൻ ആട്ടോ, നല്ല ഹൈഡ്രേഷൻ. പെട്ടെന്നൊന്നും ലിപ്പിൽ നിന്ന് പോവില്ല. പിന്നെ ഒരു പ്ലംബി ലുക്കിൽ ഇങ്ങനെ ലിപ് പ്ലംബ് ചെയ്ത പോലെ ആ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. പക്ഷെ നല്ല നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം. വേറെ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളൊന്നും വേണ്ട, കുറേ നേരം ലാസ്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ എന്താ പറയാ, ലിപ്പ് നല്ല ഹൈഡ്രേറ്റ് ചെയ്യും. പോരാത്തതിന് ഇതില് ഒരു ടിന്റ് വരുന്നുണ്ട്, വൈറ്റമിൻ സിന്റെ ഷീ ബട്ടറിന്റെ SPF 30+++ ഉണ്ട്.
സോ നിങ്ങൾ വെയിലത്തൊക്കെ വെയിലത്തൊക്കെ പുറത്തു പോകുമ്പോൾ ബെസ്റ്റ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഡാർക്ക് ലിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്ത് ഒരു നല്ല നാച്ചുറൽ ടിന്റ് നമുക്ക് കിട്ടും. സോ ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്ത് കുറച്ച് നാളായി, എനിക്ക് ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ടിന്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കിയിട്ട് പറയാം. പിന്നെ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ട് കേട്ടോ, പിന്നെ ഡീപ്പായിട്ട് നൊറീഷ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റുകളുടെ ഒരു ഷോർട്ട് ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങാലും ആർക്കെങ്കിലൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണൽ മെസ്സേജ് ഇട്ടാൽ മതി, ഇൻസ്റ്റയിൽ ഇട്ടാൽ മതി. അപ്പൊ എന്റെ ഇൻസ്റ്റ ഐ ഡി വരുന്നത് ഹേ ഇറ്റ്സ് മീ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.